Good morning. In newspaper, നമുക്ക് എല്ലാ ദിവസത്തെയും ഒരു പാറ്റേൺ പരിശോധിച്ചാൽ എസ്പെഷ്യലി ഹിന്ദുവിൽ ഇപ്പം മറ്റ് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറവാണ്. ഇപ്പോൾ കൊറോണ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ന്യൂസ് പേപ്പറിന്റെ 95% കവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റെലവന്റ് പേജസ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് ഞാൻ കരുതുന്നത്. വെറുതെ വീഡിയോയുടെ ലെങ്ത് വലിച്ചു കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ റെലവന്റ് പേജസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് പേജ് എടുക്കുമ്പോൾ ഫ്രഷ് കേസസ് റൈസ് ബൈ ഓവർ 800, ഗവൺമെന്റ് പെക്സ് ഫാറ്റാലിറ്റി റേറ്റ് 3.3% എന്നുള്ള ന്യൂസ് ആണ്. അതായത് ഇന്നലെ ഒരു ദിവസം 800 കൂടുതൽ കേസസ് ഇന്ത്യയിൽ കോവിഡ് കേസസ് ഉണ്ടായി. മൊത്തം 12,759 കേസസ് ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഡെത്ത് 420 ഡെത്ത്സ്, അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അപ്പം അത് എല്ലാ ദിവസവും ഫ്രണ്ട് പേജ് ന്യൂസ് അത് തന്നെയാണ്. അത് ഡെയിലി ഉള്ള ഈ റൈസ് എത്രയാണെന്നും ഫാറ്റാലിറ്റി റേറ്റ് എത്രയാണെന്നൊക്കെ ഉള്ളതാണ്. അപ്പം അത് ഫ്രണ്ട് പേജിൽ വലിയ ന്യൂസ് ആയിട്ടുണ്ട്, അതെല്ലാവരും വായിച്ചു നോക്കുക. പിന്നീട് ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഇൻഡോർ, അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് സർവേയിൽ എപ്പോഴും ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഇൻഡോർ വളരെ വലിയ രീതിയിൽ COVID-19 പ്രോബ്ലം ഫേസ് ചെയ്യാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിറ്റിയെ ഫുള്ള് COVID-19 വേണ്ടിയിട്ട് സ്ക്രീൻ ചെയ്യാൻ തീരുമാനിച്ചു. ഓൾ റെസിഡൻസ് ഓഫ് ഇൻഡോർ സെറ്റ് ടു ബി സ്ക്രീൻ ഫോർ COVID-19 എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ ഇൻഡോർ മധ്യപ്രദേശിലെ ഏറ്റവും വലിയൊരു സിറ്റിയാണ്, ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റികളിൽ ഒരെണ്ണമാണ്. പിന്നീട് മുംബൈയിലെ ഇഷ്യൂസിനെ കുറിച്ചുണ്ട്. മുംബൈ ഹോസ്പിറ്റൽസ് റൺ ഔട്ട് ഓഫ് ICUs എന്നൊക്കെ. അതിലൊന്നും വേറെ നമുക്ക് എഴുതിയെടുക്കാനൊന്നുമില്ല. അത്രമാത്രമാണ് ഫ്രണ്ട് പേജിലുള്ളത്. പിന്നെ നേരെ നമുക്ക് എഡിറ്റോറിയലോട്ട് പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ സൗത്ത് പേജിൽ പോലും നമുക്ക് ഒന്നും തന്നെ ഇല്ല എന്നാണ് തോന്നുന്നതല്ല, ഒന്നും തന്നെ രാവിലെ നോക്കിയിട്ട് കണ്ടില്ല. SHGയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ അക്രോസ് ദ ഗൾഫ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്ട്രാൻഡഡ് ആയിട്ടുള്ള മില്യൺസ് ഓഫ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡയസ്പോര അവിടെ ഗൾഫ് കൺട്രീസിലുണ്ട്. അവർ കോവിഡ് പ്രോബ്ലം മൂലം വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ ഗവൺമെന്റ് ഷുഡ് ഡു സംതിങ് ടു ബ്രിങ് ബാക്ക് ദോസ് ഹു വാണ്ട് ടു കം ബാക്ക്. അതാണ്. അപ്പം താല്പര്യമില്ലാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട്. വരാൻ താല്പര്യമുള്ളവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യ എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അക്രോസ് ദ ഗൾഫ് എന്ന് പറഞ്ഞ ഫസ്റ്റ് എഡിറ്റോറിയൽ. വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. സെക്കൻഡ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ടെലിമെഡിസിനെ കുറിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വേൾഡില് ഡോക്ടേഴ്സിന്റെയും മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെയും വലിയ ഷോർട്ടേജ് ഉണ്ട്. ദേ ഓൾ ആർ എൻഗേജ്ഡ് ഇൻ ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു COVID-19. അപ്പം മറ്റ് രീതിയിലുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റിനൊന്നും അവർക്ക് വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ടെലിമെഡിസിൻ ഈ ഒരു സംഭവം മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള എഡിറ്റോറിയലാണ് വിർച്വൽ റിയാലിറ്റി. അതിന്റെ കണ്ടന്റ് അങ്ങനെയാണ്. വായിച്ചതൊക്കെ മനസ്സിലാവും. ടെലിമെഡിസിൻ ക്യാൻ ഹെൽപ്പ് റീച്ച് പേഷ്യൻസ് വെയർ ആക്സസ് ടു മെഡിക്കൽ കെയർ ഈസ് ഡിഫിക്കൽട്ട്. പിന്നെ ആ പേജിൽ തന്നെ ബ്ലൂ പ്രിന്റ് ടു റിവൈവ് ദ എക്കോണമി എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. പി ചിദംബരവും പ്രവീൺ ചക്രവർത്തിയും ചേർന്ന് എഴുതിയാണ്. പി ചിദംബരം ഇന്ത്യയുടെ ഫോമർ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അപ്പൊ ആ ആർട്ടിക്കിൾ ഒന്ന് വായിക്കുക. നമുക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സർസൈസിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പിന്നെ അത് സെപ്പറേറ്റ് പറയുന്നില്ല. അപ്പൊ ബ്ലൂ പ്രിന്റ് ടു റിവൈവ് ദ എക്കോണമി, ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റിന് അപ്പുറം അതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാനും പറ്റും. അതുപോലെ എന്റെ ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിൽ വിൽ ദ ഏവിയേഷൻ ഇൻഡസ്ട്രി റിക്കവർ ഫ്രം ദ പാൻഡമിക് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. വിൽ ദ ഏവിയേഷൻ ഇൻഡസ്ട്രി റിക്കവർ ഫ്രം ദ പാൻഡമിക്. അപ്പം ആ ആർട്ടിക്കിളും വായിക്കുക. അത് നമ്മളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സർസൈസിനും ഒപ്പം നോളജ് ഇംപ്രൂവ്മെന്റിനും നല്ലതായിരിക്കും. എഡിറ്റോറിയൽസ് രണ്ടും വായിക്കുക, അക്രോസ് ദ ഗൾഫും വിർച്വൽ റിയാലിറ്റി. പിന്നെ ഫ്രണ്ട് പേജിലെ ആദ്യത്തെ ന്യൂസ് ഞാൻ പറഞ്ഞ ഫ്രഷ് കേസസ് റൈസ് ബൈ ഓവർ 800, ഗവൺമെന്റ് പെക്സ് ഫാറ്റാലിറ്റി റേറ്റ് 3.3%, ഫസ്റ്റ് ന്യൂസ്, അതും വായിക്കുക. അപ്പം ഇതില് അപ്പൊ ഇത്രയും ആണ് ഇംഗ്ലീഷ്. പിന്നെ എക്സ്ട്രാ വല്ലതും ഉണ്ടെങ്കിൽ അടുത്ത പേജിലേക്ക് പോകാൻ പറയാം. ഇത്രയും ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി വായിക്കാവുന്ന 2, 3, 4, 5 ന്യൂസുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോ DGCA എല്ലാവർക്കും അറിയാം. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് DGCA. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി റെഗുലേറ്റർ ആണ് DGCA. ഇന്ത്യയുടെ DGCA അരുൺ കുമാർ ആണ്. അത് ചേഞ്ച് ആയിട്ടുണ്ടോ നോക്കണം. പഴയ കുറച്ചു കാലം മുമ്പ് അരുൺ കുമാർ ആയിരുന്ന ഒരു ഓർമ്മയിലാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഉഡാൻ, സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയുടെ ടെർമിനോളജീസ് ആണ്. ഉഡാൻ എന്താണെന്ന് അറിയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമാണ്. ഉഡാനിന്റെ എക്സ്പാൻഷൻ ഉഡേ ദേശ് കാ ആം നാഗരിക്, UDAN, ഉഡേ ദേശ് കാ ആം നാഗരിക്.
ആം നാഗരിക്. ഉടേ ദേശ് കാ ആം നാഗരിക് എന്താണ് നമ്മളുടെ ഇന്ത്യയിൽ സിവിൽ ഏവിയേഷൻ ജേണി കൂടുതൽ ആക്സസിബിൾ കോമൺ മാൻ ആക്കാനും ഒപ്പം തന്നെ ഇന്ത്യയിലെ അൺകണക്റ്റഡ് ഏരിയസിലേക്ക് സിവിൽ ഏവിയേഷൻ ജേണി കൊണ്ടെത്തിക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിവിൽ ഏവിയേഷന്റെ പെനട്രേഷൻ കൂട്ടാനും വേണ്ടിയിട്ടുള്ള സ്കീമാണ് ഉഡാൻ, ഉടേ ദേശ് കാ ആം നാഗരിക്. പിന്നീട് അതേ പേജിൽ തന്നെ ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിൽ തന്നെ ഫോമർ അറ്റോർണി ജനറൽ അശോക് ദേശായിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഇന്നലെ റിവ്യൂവിലൊക്കെ പറഞ്ഞതാണ്. ഇന്ത്യയുടെ പഴയ അറ്റോർണി ജനറൽ ആയിരുന്ന അശോക് ദേശായി മരിച്ചുപോയി. അശോക് ദേശായി. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? കെ വേണുഗോപാൽ. അതേ നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യ റെക്കോർഡ് ഫുഡ് പ്രൊഡക്ഷൻ എയിം ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ അത് അവിടെ തന്നെ അഗ്രികൾച്ചർ മിനിസ്ട്രിയാണ് അതിനെ കുറിച്ചൊക്കെയുള്ള ടാർഗറ്റ് ഉണ്ടാക്കുന്ന. അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, നരേന്ദ്ര സിംഗ് തോമർ ആണ്. നരേന്ദ്ര സിംഗ് തോമർ അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എത്രയാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. 298.3 മില്യൺ ടൺസ് ഓഫ് ഫുഡ് ഗ്രെയിൻ. 298.3 മില്യൺ ടൺസ് ഫുഡ് ഗ്രെയിൻ ആണ് ഇന്ത്യ പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇന്ത്യ നോർമൽ മൺസൂൺ എക്സ്പെക്ട് ചെയ്യുന്നത്. IMDയുടെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതാണ് IMD. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ ഉള്ള ഡിപ്പാർട്ട്മെന്റാണ് IMD, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അവരുടെ പ്രഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയിൽ നോർമൽ മൺസൂൺ ആയിരിക്കുമെന്നും ജൂലൈ ഓഗസ്റ്റ് ടൈമോടുകൂടി ചിലപ്പോൾ മൺസൂൺ എബോവ് നോർമൽ ആവാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പ്രളയവും കൂടെ വരാതിരുന്നാൽ മതിയായിരുന്നു, കാരണം അതും കൂടെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് ഇല്ല. പിന്നീട് ഇനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പിന്നീട് കൾട്ടിവേഷൻ സീസൺ ഏതാണെന്ന് വെച്ചാൽ ഖാരിഫ് സീസണാണ്. ഇന്ത്യയിൽ 2 സീസൺസ് മെയിൻലി ഉള്ളത്, റാബി സീസണും ഖാരിഫ് സീസണും. റാബി സീസണിലെ ഹാർവെസ്റ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റാബി സീസണിലെ മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റ് ആണ്. ഖാരിഫ് സീസണിലാണെന്നുണ്ടെങ്കിൽ റൈസും ആണ്. പിന്നീട് പിന്നെ അടുത്ത പേജുകൾ ഒന്നും തന്നെ നമുക്ക് എഴുതിയെടുക്കാനുള്ള ഒന്നുമില്ല. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന 10th പേജ്, 11th പേജ്, 9th പേജ്, ഇവിടെ ഒന്നും നമുക്കൊന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഗോൾഡൻ ടെമ്പിൾ എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. വേൾഡിലെ ഏറ്റവും വലിയ ഗുരുദ്വാരയാണ്. സിഖുകാരുടെ ആരാധനാലയമാണ് ഗുരുദ്വാര എന്നറിയപ്പെടുന്നത്. അപ്പം സിഖുകാരുടെ റിലീജിയസ് ആയിട്ടുള്ള ആരാധനയ്ക്കുള്ള പ്ലേസ് ആണ് ഗുരുദ്വാര. വേൾഡിലെ ഏറ്റവും വലിയ ഗുരുദ്വാരയാണ് ഗോൾഡൻ ടെമ്പിൾ. പിന്നെ അതിന് നേരെ 12th പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജാണ്. വേൾഡ് പേജിൽ അവിടെയും നമുക്ക് എല്ലാ ദിവസവും കാര്യങ്ങൾ തന്നെ US ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് പ്രോബ്ലം, അവിടുത്തെ പ്രോബ്ലംസ്, മറ്റു രാജ്യങ്ങളിലെ പ്രോബ്ലംസ്, യൂറോപ്യൻ കൺട്രീസിലെ പ്രോബ്ലംസ് ഒക്കെയാണ്. പിന്നെ എക്സ്റ്റൻഡ് ബ്രെക്സിറ്റ് ട്രാൻസിഷൻ സേസ് IMF എന്നൊരു ന്യൂസ് ഉണ്ട്. അതായത് ബ്രെക്സിറ്റ് എല്ലാവർക്കും അറിയാം, ബ്രിട്ടന്റെ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ. അവർ ഓൾറെഡി അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. അത് കുറച്ചുകൂടി ഡിലേ ചെയ്യിക്കണമെന്നാണ് IMFന്റെ ക്രിസ്റ്റാലിന ജോർജിയേവ, അറിയാലോ IMFന്റെ ചീഫാണ് ക്രിസ്റ്റാലിന ജോർജിയേവ, അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന. കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ അൺപ്രസിഡന്റ് ആയിട്ടുള്ള ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ദാറ്റ് ഈസ് എ വൈസ് തിങ് ടു ഡു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആണ് ഗീത ഗോപിനാഥ്, ഇന്ത്യക്കാരിയായ ഗീത ഗോപിനാഥ്. പിന്നീട് സൗത്ത് കൊറിയയിൽ അവിടുത്തെ റൂളിംഗ് പാർട്ടി അവിടുത്തെ ജനറൽ ഇലക്ഷൻ വിൻ ചെയ്തെന്നൊരു ന്യൂസ് ഉണ്ട്. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആണ് മൂൺ ജെ-ഇൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അവിടുത്തെ റൂളിംഗ് പാർട്ടി. അപ്പം മൂൺ ജെ-ഇന്റെ പാർട്ടി അവിടെ വലിയ വിജയം നേടിയെന്നാണ് പറയുന്നത് സൗത്ത് കൊറിയയിലെ ഇലക്ഷനിൽ. പിന്നെ ഇസ്രായേലിന്റെ പ്രസിഡന്റിന്റെ പേരുണ്ട്. ഇസ്രായേലിലെ പ്രസിഡന്റ് ആരാണ്? റിവ്ലിൻ ആണ്. REUVEN റിവ്ലിൻ, RIVLIN. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് പുതിയ പ്രൈം മിനിസ്റ്ററിനെ പിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു പെർമനന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇപ്പം ആക്ച്വലി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അവിടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ പുതിയൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഇതായിരിക്കും നടത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേര് നെസറ്റ് എന്നാണ്. നെസറ്റ്, KNESSET, നെസറ്റ്. അതുപോലെ കിം ജോങ് ആണ് ഇതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ്. നോർത്ത് കൊറിയയുടെ ഫാദർ ഓഫ് ദ നേഷൻ എന്നറിയപ്പെടുന്ന നോർത്ത് കൊറിയ രാജ്യം ഉണ്ടാക്കിയത് കിം ഇൽ സുങ് ആണ്. കിം ഇൽ സുങ്, KIM, കിം ഇൽ ILSUNG, കിം ഇൽ സുങ് എന്ന് സംഘം എന്നായിരിക്കും SUNG. അദ്ദേഹം ഈ പറഞ്ഞ കിം ജോങ് അണ്ണിന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അതുപോലെ അടുത്ത ബിസിനസ് പേജ് 13 പേജിലേക്ക് പോകുമ്പോൾ
TCSനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. TCS ഇന്ത്യയിലെ ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. TCSന്റെ CEO ആണ് രാജേഷ് ഗോപിനാഥ്. പിന്നീട് അവിടെ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 1.1% കുറയുന്നതാണ് ദിസ് ഫിനാൻഷ്യൽ ഇയർ. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് വിൽ ബി 1.1% ആസ് പെർ ദ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് എല്ലാവർക്കും എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇപ്പോൾ ലോക്ക്ഡൌൺ ആയിട്ടുള്ള ഒരു എക്കോണമിയിൽ നിന്ന് അതിലേക്കുള്ളൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വേൾഡ് വൈഡ് ആയിട്ട് ഡിപ്രഷനും ആയിരിക്കും. GVA ഗ്രോസ് വാല്യൂ ആഡഡ്. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ഇന്ത്യ അംബാസിഡറായിട്ട് വിശ്വനാഥൻ ആനന്ദിനെ സെലക്ട് ചെയ്തു. വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ ചെസ് വിസാർഡ്. അതുപോലെ ഇന്ത്യയുടെ നമ്പർ 1 ടേബിൾ ടെന്നീസ് പ്ലെയർ ഇപ്പൊ ശരത് കമലാണ്. ഇത്രയും കാലം സത്യനായിരുന്നു, സത്യനായിരുന്നു. ശരത് കമൽ വേൾഡ് റാങ്കിങ്ങിൽ 31 പ്ലേസിലേക്ക് ഉയർന്നു. പിന്നീട് ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ന്യൂസ് പേപ്പറിലെ ഹിന്ദുവിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ന്യൂസുകളും. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സസൈസ് 5 എണ്ണം, എഡിറ്റോറിയൽസ് 2 എണ്ണം, ഹിന്ദുവിലെ ഫ്രണ്ട് പേജിലെ മെയിൻ ന്യൂസ് 3, പിന്നെ എഡിറ്റോറിയൽ പേജിൽ തന്നെ P. ചിദംബരം എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. പിന്നെ ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അത്രയാണ്. അതായത് എക്കണോമിക് ടൈംസിലേക്ക് പോകുമ്പോൾ എക്കണോമിക് ടൈംസിൽ കോൺകോർ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. കോൺകോർ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയാണ്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ന്യൂസ് ഷോർട്ട് ഫോം ആണ് കോൺകോർ. CONCOR കോൺകോർ. NAAF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. NAAF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. NAAF. പിന്നെ കർണാടക ചീഫ് മിനിസ്റ്റർ BS യെദ്യൂരപ്പയുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. കർണാടക ചീഫ് മിനിസ്റ്റർ BS യെദ്യൂരപ്പ. അമരീന്ദർ സിംഗ് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററാണ് അമരീന്ദർ സിംഗ്. ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇന്ത്യയാണെന്ന് എല്ലാവർക്കും അറിയാം. US ഉൾപ്പെടുന്ന കൺട്രീസിന് ഇന്ത്യയാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇപ്പം കൊടുക്കുന്നത്. അത് ഇപ്പോൾ COVID-19 ട്രീറ്റ്മെന്റ് വേണ്ടി യൂസ് ചെയ്യുന്നു. ആക്ച്വലി അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മലേറിയ ട്രീറ്റ്മെന്റ് ആണ്. അറിഞ്ഞിരിക്കുക, മലേറിയ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു പിന്നീട് കെമിക്കലാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. പിന്നെ കിരൺ മസുംദാർ ഷാ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കിരൺ മസുംദാർ ഷാ, എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ബയോകോൺ, ഇന്ത്യസ് ലാർജസ്റ്റ് ബയോടെക്നോളജി കമ്പനി. ലാർജസ്റ്റ് ബയോടെക്നോളജി കമ്പനിയാണ് ബയോകോൺ. അതിന്റെ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആണ് കിരൺ മസുംദാർ ഷാ. പിന്നീട് NCD യെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. NCD നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചേഴ്സ് ആയതുകൊണ്ടാണ് NCD എന്ന് പറഞ്ഞ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് കമ്പനീസ് ടു കളക്ട് മണി ടു ബോറോ മണി ഫ്രം ദ പീപ്പിൾ, ടു ബോറോ മണി ഫ്രം ദ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. അതാണ് ഡിബഞ്ചർ. അതിൽ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചേഴ്സിനാണ് NCDs നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. പിന്നീട് ഇന്ത്യ ഇപ്പൊ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. പക്ഷെ മിക്കവാറും ഫിനാൻഷ്യൽ ഇയർ 21 ഇന്ത്യക്ക് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാവുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് തമ്മിലുള്ള വാല്യൂ ഡിഫറൻസ് മൂലമാണ്. ഇമ്പോർട്ട് ഇറക്കുമതി കൂടിയും എക്സ്പോർട്ട് കുറഞ്ഞു ഇരിക്കുമ്പോഴാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ മെയിൻ കോൺട്രിബ്യൂട്ടർ ടു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈസ് ദി ഇമ്പോർട്ട് ഓഫ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ പ്രൈസസ് ഇപ്പോൾ അതിന്റെ ലോവസ്റ്റ് റേറ്റിലാണ്. ഡെക്കേഡ്സ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റിലാണ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്. അപ്പോൾ ഇന്ത്യ വിൽ ഗെയിൻ ഫ്രം ദ ക്രൂഡ് ഓയിൽ റെഡ്യൂസ്ഡ് ക്രൂഡ് ഓയിൽ പ്രൈസസ്. അപ്പോൾ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറഞ്ഞപ്പോൾ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആയി മാറിയേക്കുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നു. പിന്നീട് ഇന്ത്യയിലെ ലാർജസ്റ്റ് കോൾ പ്രൊഡക്ഷൻ കമ്പനിയായ CILനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യസ് ലാർജസ്റ്റ് കോൾ പ്രൊഡക്ഷൻ കമ്പനി CIL.
കോൾ ഇന്ത്യ ലിമിറ്റഡ്. പിന്നീട് ഏഞ്ചല മെർക്കലിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഏഞ്ചല മെർക്കൽ യൂറോപ്പിലെ ഏറ്റവും വലിയ എക്കോണമിയായ ജർമ്മനിയുടെ ചാൻസലറാണ്. യൂറോപ്യൻ കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ എക്കോണമിയും വേൾഡ്സ് 4th ലാർജസ്റ്റ് എക്കോണമിയാണ് ജർമ്മനിയുടെ ചാൻസലറാണ് ഏഞ്ചല മെർക്കൽ. വേൾഡിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്, വേൾഡിലെ ഏറ്റവും വലിയ NGO എന്ന് പറയാം, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. ബിൽ ഗേറ്റ്സിന്റെ NGO ആണ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.